ഓക്കെ ദെൻ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ടെക് ആൻഡ് ട്രേഡ്. അപ്പൊ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസിന്റെ നെക്സ്റ്റ് ക്ലാസ് ഇന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെക്കോർഡിങ്ങിന്റെ കാര്യം ഓർമ്മിപ്പിച്ച ബ്രോ, വൺസ് അഗൈൻ താങ്ക് യു. ഞാനത് മറന്നിരിക്കുകയായിരുന്നു. ഓക്കെ ദെൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസും ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ, ട്രിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ, അങ്ങനെ 3 ടൈപ്പ് പാറ്റേൺസ് ആണ് നമുക്ക് ഉള്ളത് എന്ന് പറഞ്ഞു. ഒറ്റ ക്യാൻഡിലിന്റെ കൺഫർമേഷനിൽ നമ്മൾ ട്രേഡ് എടുക്കണതിന്, അല്ലെങ്കിൽ അതിന്ന് ഒറ്റ ക്യാൻഡിൽ ഫോം ആവണത് കണ്ടിട്ട് നമ്മളൊരു ട്രേഡ് കൺഫർമേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സൈഡിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുന്നതിനെ നമ്മൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് വിളിച്ചു, അല്ലെ? അപ്പൊ ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്താ? രണ്ട് ഒരേ ടൈമിൽ അല്ലെങ്കിൽ ഒരുമിച്ച് രണ്ട് ക്യാൻഡിലിന്റെ ഫോർമേഷൻ നോക്കിയിട്ട് നമ്മൾ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ. ഈ പേരിലുള്ള പോലെ ഇതിൽ രണ്ട് ടൈപ്പ് ക്യാൻഡിൽ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് ക്യാൻഡിൽസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ക്യാൻഡിൽസ് നമ്മളിപ്പോ ഈ പഠിക്കണ പോലെ ഫോം ആയ മാർക്കറ്റിന് ഇന്ന രീതിക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകാനാണ് ചാൻസ്, അല്ലെങ്കിൽ താഴത്തേക്ക് പോകാനാണ് ചാൻസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഓരോ ക്യാൻഡിലും എങ്ങനെയാണ് ഫോം ചെയ്യണത്, ബേസിക് ക്യാൻഡിലിന്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇനി അതിലെ ആർക്കും ഡൗട്ട്സ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അറിയാം എന്താ, രണ്ട് ടൈപ്പ് ക്യാൻഡിൽസ് നമുക്കുണ്ട്, ബുള്ളിഷും ബെയറിഷും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബുള്ളിഷ് ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ഇതാണ് ഈ രണ്ട് ടൈപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് ബുള്ളിഷ് ഡബിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ വരുന്നത്. ഒന്ന് എൻഗൾഫിംഗ് പാറ്റേൺ, മറ്റൊന്ന് ഹറാമി പാറ്റേൺ. ഓക്കെ, ഒന്ന് എൻഗൾഫിംഗും ഒന്ന് ഹറാമിയും. ഇതാണ് നമ്മുടെ എൻഗൾഫിംഗ് പാറ്റേണിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇവിടെ നോക്കിയേ, നമുക്ക് രണ്ട് ക്യാൻഡിൽ ഇവിടെ കാണാം, അല്ലെ? മറ്റത് നമ്മൾ സിംഗിൾ ക്യാൻഡിലിൽ ഒറ്റ ക്യാൻഡിലായിരുന്നു കണ്ടിട്ടുണ്ട്. ഇവിടെ രണ്ട് ക്യാൻഡിലാണ് നമ്മൾ കൺഫർമേഷൻ എടുക്കാൻ പോണത്. അപ്പോ ആദ്യം എന്താ പറയുന്നത്, ആദ്യത്തെ ക്യാൻഡിൽ ഇതാണ് കേട്ടോ. ആദ്യത്തെ ക്യാൻഡിൽ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ നോക്കിയേ, ഇതിനൊരു ചെറിയ ബോഡി ഉണ്ട്, രണ്ട് വിക്കും ഉണ്ട്. അപ്പൊ അതേപോലത്തെ ചെറിയ റെഡ് ക്യാൻഡിൽ, ദെൻ അതിന്റെ ബോഡീനെ, അതായത് ഈ ഒരു ബോഡീനെ മുഴുവനായിട്ടും എൻഗൾഫ് ചെയ്യുന്ന, അതായത് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു 2 ടൈംസ് ഒക്കെ ബിഗർ ആയിട്ടുള്ള ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലും. അതാണ് ഈ ബുള്ളിഷ് എൻഗൾഫിങ്ങിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ, പിന്നെ അതിന്റെ ബോഡീനെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ. ഇതാണ് നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ക്യാൻഡില് ഇപ്പൊ നമുക്ക് എന്തായിരിക്കും, ഇപ്പൊ നമ്മൾ മറ്റേ ക്യാൻഡിൽ സ്ട്രക്ചർ പഠിച്ചപ്പോ പറഞ്ഞു, ഓരോ ക്യാൻഡിലും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ കണ്ട, ഈ കളർ കോമ്പിനേഷൻ മാത്രമാക്കാണ്ട് ആ ക്യാൻഡിൽ എന്താണ് കൺവേ ചെയ്യണത്, അല്ലെങ്കിൽ അതെന്താണ് നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം എന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ക്യാൻഡിലിന്റെ കാര്യത്തിലും നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടില്ല, പക്ഷെ ഈ ക്യാൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു കൺഫർമേഷൻ കിട്ടും. അപ്പൊ അത് എന്താണ് ഈ ക്യാൻഡിൽ പറയണത് നോക്കിയേ. ഇപ്പോ ഇവിടെ ആദ്യത്തെ ക്യാൻഡിൽ എന്താ, റെഡ് ക്യാൻഡിൽ ആണ്. നമ്മളിപ്പോ ഇത് റിയൽ മാർക്കറ്റ് ആണെന്ന് വെക്കാം. അപ്പൊ എന്താ, നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് ക്യാൻഡിലുകളെ എവിടെ ഫൈൻഡ് ചെയ്യണം എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്? ബുള്ളിഷ് ക്യാൻഡിലുകളെ എവിടെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? അതെ, സപ്പോർട്ടിൽ. അടിപൊളി, സപ്പോർട്ടിൽ വേണം നമ്മുടെ ബുള്ളിഷ് ക്യാൻഡിലുകൾ ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ റിയൽ മാർക്കറ്റ്, ഇത് നമ്മുടെ ചാർട്ട് ആണെന്ന് വെക്കുക, റിയൽ മാർക്കറ്റിന്റെ ചാർട്ടാണ്. അപ്പോ നമ്മുടെ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി സെല്ല് ചെയ്തുകൊണ്ട്, സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തില് ഇവിടെ ഒരു സപ്പോർട്ട് സോൺ, ഒരു വാലിഡ് സപ്പോർട്ട് സോൺ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക. അവിടെ ഇത്തരത്തിൽ നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് എന്തറിയാം, ബുള്ളിഷ് എൻഗൾഫ് ഈ ഒരു സ്ട്രക്ചർ ഫോം ആയി കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ, പിന്നെ അതിന്റെ ബോഡിനെ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്. അതായത് ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് പോകാൻ ചാൻസ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാൻഡിൽ എന്താ പറയണേ, ഇത്രയും നേരം സെല്ല് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു. ആ മാർക്കറ്റിൽ നമ്മളൊരു സപ്പോർട്ട് ലെവലിൽ ഇത്തരത്തിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് കണ്ടുപിടിച്ചു, ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ. അതായത് താരതമ്യേന
സെല്ലേഴ്സ് അവിടെ വീക്കായി തുടങ്ങി, ഓൾറെഡി സപ്പോർട്ട് സോണിലാണ്. പിന്നെ ഈ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം, അവിടെ സെല്ലേഴ്സ് വീക്കായി തുടങ്ങി. അത് മാത്രമല്ല, അതിനു പുറമെ നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു റെഡ് ക്യാൻഡിലിന് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി. അതായത് അത്രയും നേരം ഉണ്ടാകുന്ന ആ സെല്ലേഴ്സിന്റെ ഡബിൾ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ എമൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മുടെ ബയ്യേഴ്സ് ഇവിടുന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ആയി. അപ്പോ നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ ആയി. സൈക്കോളജി, നമ്മുടെ കാൻഡിൽ സ്റ്റിക് സൈക്കോളജി വെച്ചിട്ടും ഓൾറെഡി നമുക്ക് നമ്മുടെ കാൻഡിൽ പാറ്റേൺസ് വെച്ചിട്ടും അതേപോലെ സപ്പോർട്ട് ലെവൽ വെച്ചിട്ടും നമുക്ക് 2 കൺഫർമേഷൻ കിട്ടി. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ധൈര്യമായിട്ടൊരു എൻട്രിയിലേക്ക് കയറാം. ഇവിടുന്ന് ഇത് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എൻട്രി ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എവിടെ ബൈ എടുക്കാം, എവിടെ അതിന്റെ സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മുടെ ലോസ് വെക്കണം. അപ്പൊ എവിടെയാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രീൻ ക്യാൻഡിലിന്റെ വിക്കിന്റെ മുകളിലായിട്ട് വേണം. ഈ വിക്കിനെ ക്രോസ് ചെയ്ത് പോയാലാണ് നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ ഇൻ കേസ് ഈ ഒരു വിക്കിനെ ക്രോസ് ചെയ്യാണ്ട് അടുത്തൊരു ക്യാൻഡില് താഴത്തേക്കാണ് ഉണ്ടാവുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ എൻട്രിയിലേക്ക് എടുക്കാൻ പറ്റില്ല, ഒരു ബൈ എൻട്രി എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്തൊരു ക്യാൻഡില് നമ്മുടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ വിക്കിനെ ക്ലോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോയാൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ല ബൈ എൻട്രിക്കുള്ള പോസിബിലിറ്റിയാണ് നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. നമ്മുടെ സപ്പോർട്ടിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഒരു പ്രോപ്പർ സപ്പോർട്ട് ലെവൽ ആയിരിക്കണം. അവിടെ ഇത്തരത്തിലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ടൊരു ബൈ എൻട്രിയിലേക്ക് കയറാം. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ അപ്പൊ അടുത്ത ക്യാൻഡില് ബുള്ളിഷ് ഹറാമി. നമ്മളിപ്പോ പറഞ്ഞ ആ ക്യാൻഡലിന്റെ നേരെ ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ക്യാൻഡിൽ സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്, അല്ലെ? ഇവിടെ എന്താ, ആദ്യം ഒരു സെല്ലേഴ്സ് ക്യാൻഡില്, ഒരു വലിയൊരു റെഡ് ക്യാൻഡില്, പിന്നെ ആ റെഡ് ക്യാൻഡിലിന്റെ തന്നെ അത്ര തന്നെ വലിപ്പമില്ലാത്ത ഒരു ഗ്രീൻ ക്യാൻഡില്. അതാണ് നമ്മുടെ ബുള്ളിഷ് ഹറാമിയുടെ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ പഠിച്ച ക്യാൻഡിൽ സ്റ്റിക് സൈക്കോളജി വെച്ച് നോക്കുമ്പോ എന്താ, ഇവിടെ നമ്മുടെ സെല്ലേഴ്സിന്റെ ഒരു പകുതിക്കുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, ഗ്രീൻ ക്യാൻഡിൽ. അപ്പോ നമുക്ക് എങ്ങനെ കണ്ണും പൂട്ടി ഇവിടെ ഒരു എൻട്രി എടുക്കാം? അതിന് അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ഹറാമി പാറ്റേൺ അത്ര തന്നെ നമ്മുടെ എൻഗൾഫിംഗ് പഠിച്ച അത്ര തന്നെ വാലിഡ് അല്ല. പക്ഷെ റിയൽ മാർക്കറ്റിൽ പലപ്പോഴും ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോ മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് സപ്പോർട്ട് ലെവലിലെത്തി ഒരു ബുള്ളിഷ് ഹറാമി ഫോം ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു എൻട്രിയിലേക്ക് പോകരുത്. അടുത്തൊരു 1-2 ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാവുന്നു ആ കാര്യം ഒന്ന് നോക്കണം. ഇവിടെ നിന്ന് ബയ്യേഴ്സ് ഈ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് ബയ്യേഴ്സ് കൂടുതലായിട്ട് എൻ്റർ ആവുന്നുണ്ടോ, ആ കാര്യം ചെക്ക് ചെയ്തതിന്റെ ശേഷം മാത്രം നമ്മൾ ഒരു എൻട്രിയിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. ഈ ഹറാമിയുടെ കേസാണ് കേട്ടോ പറയുന്നത്. നമ്മൾ നമ്മുടെ സൈക്കോളജി വെച്ചിട്ട് നോക്കുമ്പോൾ എന്താ, ആദ്യം സെല്ലേഴ്സ് സ്ട്രോങ് തന്നെയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തിയപ്പോ ബയ്യേഴ്സ് എൻ്റർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടിയും വെയിറ്റ് ചെയ്യണു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു 1-2 ക്യാൻഡിൽ ഉണ്ടാവണം വരെ വെയിറ്റ് ചെയ്യുക. അടുത്തൊരു 1-2 ക്യാൻഡിൽ നല്ല പവർഫുൾ ഗ്രീൻ ക്യാൻഡിൽസ് ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈ എൻട്രിയിലേക്ക് പോവാം. ഓക്കെ, ഇതിന്റെ താഴെ നമ്മുടെ ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ താഴത്തെ വിക്കിലായിട്ട് നമുക്ക് അതിന്റെ സ്റ്റോപ്പ് ലോസും വെക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബുള്ളിഷ് ഹറാമിയിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഈ 2 ക്യാൻഡിൽ ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെ എൻട്രി, അതുപോലെ SL എവിടെ വെക്കണം, ആ കാര്യങ്ങള്, സ്ട്രക്ചർ ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ, ഒന്നും കൂടി പറയാമോ? അതിനെന്താ, ഓ ഓക്കെ, ഇതാണ് നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗിന്റെ സ്ട്രക്ചർ. നമ്മൾ ഈ ഒരു ക്യാൻഡിലിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ മാത്രം മനസ്സിലുണ്ടായാൽ മതി. ആദ്യം ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ, പിന്നെ അതിന്റെ ബോഡിന് മുഴുവനായിട്ട് ഓവർലാപ്പ് ചെയ്യണ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ, ഇതിന്റെ ഒരു 2 times ബിഗർ ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ. അതാണ് നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗിന്റെ സ്ട്രക്ചർ. അപ്പൊ എന്താ, നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് ലെവലിൽ ഇത്തരത്തിലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈ എടുക്കാം. ആ ബൈ എങ്ങനെ എടുക്കണം? എൻട്രി എന്ന് പറയുന്നത് ഈ ബുള്ളിഷ് എൻഗൾഫിംഗിന്റെ കാര്യത്തിൽ ഇതിന്റെ
ഈ ഗ്രീൻ ക്യാൻഡലിന്റെ വിക്കിനെ അപ്പർ വിക്കിനെ ക്രോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. അതേപോലെ ഈ ഗ്രീൻ ക്യാൻഡലിന്റെ താഴത്തെ വിക്കില് ലോവർ വിക്കില് നമുക്ക് അതിന്റെ SL വെക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്യാൻഡില് നമ്മുടെ ബുള്ളിഷ് ഹറാമി ക്യാൻഡിൽ. ഈ ഹറാമി ക്യാൻഡിലിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ച ബുള്ളിഷ് എൻഗൾഫിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ്. ആദ്യം ഒരു വലിയ റെഡ് ക്യാൻഡിൽ ആണ് ഉണ്ടാവുന്നത് ഇവിടെ, ദെൻ നെക്സ്റ്റ് ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ. അപ്പൊ എന്താ, നമ്മളുടെ സൈക്കോളജി അനുസരിച്ച് നമുക്ക് ഇവിടെ കണ്ണും പൂട്ടി സെക്കൻഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ സപ്പോർട്ടിൽ ഇത്തരത്തിലൊരു ഹറാമി ഫൈൻഡ് ചെയ്തു. ഹറാമി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അടുത്തൊരു 1-2 ക്യാൻഡിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടാവുന്നുണ്ടോ, നല്ലൊരു ബൈയിങ് മൊമെന്റം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന്റെ ശേഷം ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രിയിലേക്ക് നമ്മൾ എൻ്റർ ആവണു, ഒരു ബൈ എടുക്കണു. അതേപോലെ ഇതിന്റെ ലോവർ വിക്കില് നമുക്ക് ഇതിന്റെ സ്റ്റോപ്പ് ലോസും വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബുള്ളിഷ് ഹറാമിയുടെ സ്ട്രക്ചർ. ഈ 2 ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് നമുക്ക് ഡബിൾ ക്യാൻഡിൽസിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ക്യാൻഡിൽ പാറ്റേൺസ്. ഒന്ന് എൻഗൾഫിങ്ങും ഹറാമിയും. ഈ എൻഗൾഫിങ്ങും ഹറാമിയിലും തന്നെ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്, നമുക്കിപ്പോ കൂടുതൽ വിന്നിംഗ് റേറ്റ്സ് തരുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത് എൻഗൾഫിംഗ് തന്നെയാണ്. കാരണം അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു കൺഫർമേഷൻ ആണ് തരുന്നത്. സെല്ലേഴ്സ് ഒരു ചെറിയ ക്യാൻഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിന്റെ ഒരു 2 ടൈംസ് ബിഗർ ആയിട്ടുള്ള ബയേഴ്സ് ക്യാൻഡിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇനി ആ മാർക്കറ്റിൽ ഓൾറെഡി നമ്മൾ സപ്പോർട്ടിലാണെന്ന് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, അതൊരു ട്രേഡിംഗ് കൺഫർമേഷൻ ആണ്, ഒരു ബൈ ആണ് എന്നുള്ള കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പുറമെ ഇത്തരത്തിലൊരു ക്യാൻഡിൽ കോമ്പിനേഷനും കൂടി കിട്ടി, ഒരു ക്യാൻഡിൽ കൺഫർമേഷനും കൂടി കിട്ടി. പിന്നെ നമുക്ക് രണ്ടും കൂട്ടി ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവാം. ഇപ്പുറത്ത് ഹറാമിയിലേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഒരു ബൈയിങ് മൊമെന്റം കിട്ടുന്നുണ്ടോ നോക്കുക. ആ ബൈയിങ് മൊമെന്റം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിലേക്ക് എൻ്റർ ആവാം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ ബ്രോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ദെൻ ഇപ്പോ ഇവിടെ എന്താണ് നമുക്ക് ശരിക്കും എന്താ ഉണ്ടാവണെന്ന് വെച്ചാൽ, നമ്മള് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിം ആണ്. ഞാനിവിടെ ബൈ ചെയ്യാനുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരാൾ സെല് ചെയ്യാനുണ്ടാവും. എനിക്ക് ലോസ് ആവണ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പുറത്ത് കിട്ടുന്ന ആൾക്ക് പ്രോഫിറ്റ് ആണ്, അല്ലെ? അതേപോലെ തന്നെയാണ് അപ്പുറത്തുള്ള ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ കളയുന്ന പൈസയാണ്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ലോസ് ആണ്. അപ്പോ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സൈക്കോളജി, മനുഷ്യന്മാരാണ് അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഈ മാർക്കറ്റിനെ ഇങ്ങനെ മേക്ക് ചെയ്യണത്. ഓക്കെ, നമ്മൾ ബൈ ചെയ്യണോ സെല് ചെയ്യണോ, ആ സമയത്ത് ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതൽ ഉള്ളത് നോക്കണം. അപ്പോ ആരാണ് കൂടുതൽ ഉള്ളത് അവരുടെ സൈഡ് പിടിച്ചിട്ട് മെല്ലെ പോവുക. അതിന്റെ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ലോസ് വരുന്നതും നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഈ സംഭവം എങ്ങനെ വർക്ക് ചെയ്യണ വെച്ചാൽ, ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാം, ഇപ്പൊ നമുക്കറിയാം, അതേപോലെ തന്നെ നമ്മളെ പോലെയുള്ള ഇത് ബേസിക് കാര്യമാണല്ലോ. അപ്പോ നമ്മളെ പോലെ ട്രേഡ് ചെയ്യാനിരിക്കുന്ന 100 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് 99 പേർക്കും ഈ കാര്യം അറിയാം. ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്, അല്ലെങ്കിൽ ഇതൊരു സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ബൈ ആണ് മാർക്കറ്റ് പോവുക എന്നുള്ളത്. അപ്പോ നമ്മൾ ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് വാച്ച് ചെയ്ത് വരണവരാവും, ഈ ഒരു സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കണ്ടു. നമ്മളെ പോലെ തന്നെ ഒരുപാട് ബയേഴ്സ് ഇത് കാണുന്നുണ്ട്, അല്ലെ? ഒരുപാട് ബയേഴ്സ് കാണുമ്പോൾ അവരൊക്കെ എൻ്റർ ആവുകയാണ്. ഇവിടെ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് നമ്മളെ പോലെ തന്നെ ഒരുപാട് ബയേഴ്സോടെ എൻ്റർ ആവും. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോ ഇതിന്റെ പിന്നില് ഒരു ചെറിയ സൈക്കോളജിയും കൂടി ഉണ്ട്, നമ്മുടെ ട്രേഡേഴ്സിന്റെ സൈക്കോളജിയും കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ. ക്യാൻഡിൽ ഫോർമേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, മാർക്കറ്റിൽ നടക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ട്രേഡേഴ്സിന്റെ സൈക്കോളജീനെ റിലേറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അതിന് ഇനിയിപ്പോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ഒക്കെ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മുടെ ഈ 2 നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മുടെ ബെയറിഷ് എൻഗൾഫിംഗ് ആണ്, ബെയറിഷ് ഡബിൾ ക്യാൻഡിൽ പാറ്റേൺ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് നമ്മുടെ ബെയറിഷിൽ ഉള്ളത്. ഒന്ന് ബെയറിഷ് എൻഗൾഫിംഗ്, ഒന്ന് ബെയറിഷ് ഹറാമി. നമ്മൾ നേരത്തെ കണ്ട അതേ എൻഗൾഫിംഗിന്റെ പാറ്റേൺ തന്നെയാണ്, പക്ഷെ ആ കളർ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവണമെന്നേ ഉള്ളൂ. നോക്കിയേ, നമ്മൾ ആദ്യത്തെ ബുള്ളിഷിൽ കണ്ടത് എന്താ, ആദ്യം ഒരു ചെറിയ
റെഡ് ക്യാൻഡിൽ ആണ് കണ്ടത് അല്ലെ. ആദ്യം ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ ആണ് കണ്ടത്, സെല്ലേഴ്സ് ക്യാൻഡിൽ ആണ് കണ്ടത്. പിന്നെ അതിന്റെ ബോഡീനെ മുഴുവനായിട്ടും ഓവർലാപ്പ് ചെയ്യണ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു നമ്മൾ ബുള്ളിഷ് എൻഗൾഫിങ്ങിന്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നെ. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ്. എന്താ, ആദ്യം ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ അതിന്റെ ബോഡീനെ മുഴുവനായിട്ടും ഓവർലാപ്പ് ചെയ്യണ ഒരു വലിയ റെഡ് ക്യാൻഡിൽ. അപ്പൊ ഇതിന്റെ സൈക്കോളജി എന്താ? നമ്മള് റിയൽ മാർക്കറ്റിൽ നമുക്കറിയാം എന്താ, ബെയറിഷ് ക്യാൻഡിലുകൾ ഫൈൻഡ് ചെയ്യേണ്ടത് റെസിസ്റ്റൻസിലാണ് അല്ലെ. മാർക്കറ്റിന് പ്രതിരോധം അനുഭവപ്പെടുന്ന മുകളിലേക്ക് പോവാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു കഴിവ് കുറവുള്ള സ്ഥലത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ബെയറിഷ് ക്യാൻഡിലുകൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലില് നമ്മൾ ഇത്തരത്തില് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ബാർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫൈൻഡ് ചെയ്യണു. അപ്പൊ ബെയറിഷ് എൻഗൾഫിങ്ങിന്റെ ആ ഒരു സൈക്കോളജി എന്താ? അത്രയും നേരം ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു മാർക്കറ്റ് ആണ്. അവിടെ വലിയ വലിയ ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് ഒരു റെസിസ്റ്റൻസിൽ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. അതായത് എന്താ, അത്രയും നേരം ഉണ്ടായിരുന്ന ബയ്യേഴ്സ് വീക്കായി അല്ലെ. അത്രയും നേരം ഉണ്ടാകുന്ന ബയ്യേഴ്സ് വളരെ വീക്കായി, എണ്ണത്തിൽ വളരെ കുറഞ്ഞു. അതിനുശേഷം എന്തുണ്ടാവണേ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് സെല്ലേഴ്സ് എൻ്റർ ആവാണ്. അതാണല്ലോ നമ്മുടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണിച്ചാണ്. ഇത്രയും വലിയ ബോഡിയുള്ള റെഡ് ക്യാൻഡിൽ കണ്ട നമ്മൾ മനസ്സിലാവണം എന്താ, അവിടെ നിന്ന് ഒരുപാട് സെല്ലേഴ്സ് എൻ്റർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഉറപ്പിക്കാം മാർക്കറ്റ് എന്താ, മാർക്കറ്റ് ഇനി ഒരു ഡൗൺ ട്രെൻഡിലേക്കാണ് പോവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഷോർട്ട് എൻട്രി, ഒരു സെൽ എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എൻഗൾഫിങ്ങിന്റെ സ്ട്രക്ചറിൽ കണ്ട അതേപോലെ തന്നെ ഇതിന്റെ ലോവർ വിക്കിനെ ക്രോസ് ചെയ്തിട്ട് താഴത്തേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. അതേപോലെ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ, ഈ ഒരു വിക്കാണ് ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു വിക്കിൽ വെക്കാം. അല്ലെങ്കിൽ ഒരു പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈന്റെ മുകളില് നമുക്ക് ഇതിന്റെ എസ് എല്ലും വെക്കാം. എസ് എൽ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സെൽ എൻട്രിക്കുള്ള പോസിബിലിറ്റി ആണ് നമ്മുടെ എൻഗൾഫിംഗ് ബാർ, ബെയറിഷ് എൻഗൾഫിംഗ് ബാർ തരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ആണ് ബെയറിഷ് ഹറാമി. ഇതും നമ്മുടെ നേരത്തെ ബുള്ളിഷ് ഹറാമി കണ്ട് പഠിച്ചതാണ് നമ്മൾ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷൻ. അവിടെ നമുക്ക് ആദ്യം ഒരു വലിയ റെഡ് ക്യാൻഡിൽ ആയിരുന്നു, പിന്നെ ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ ആദ്യം ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ. ഇതാണ് നമ്മുടെ ബെയറിഷ് ഹറാമിയുടെ സ്ട്രക്ചർ. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ആവർത്തന വിരസതയായിട്ട് തോന്നുമായിരിക്കാം, പക്ഷെ നമ്മളിത് പറയണം, പറഞ്ഞു പോയാലാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയണേ. ആർക്കെങ്കിലും ബോർ അടിക്കുന്നുണ്ടെങ്കിൽ സോറി. ദെൻ നമ്മുടെ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു റെസിസ്റ്റൻസിൽ നമ്മൾ ഇത്തരത്തിലൊരു ബെയറിഷ് ഹറാമി, ആദ്യം ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ. ഇതാണ് നമ്മുടെ ഹറാമിയുടെ സ്ട്രക്ചർ. അപ്പൊ ഇത്തരത്തിലൊരു ബെയറിഷ് ഹറാമി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം, ഇനി മാർക്കറ്റ് വലിയ രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല, താഴത്തേക്ക് പോകാനാണ് ചാൻസ് എന്നുള്ളത് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അടുത്തത് എങ്ങനെയാണ് ഉണ്ടാവണേ, റെഡ് ക്യാൻഡിൽസ് ആണോ ഉണ്ടാവണേ, മാർക്കറ്റ് താഴത്തേക്ക് വിടുന്നുണ്ടോ, സെല്ലേഴ്സ് അവിടെ നിന്ന് ആക്റ്റീവ് ആയിട്ട് പമ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സെല്ലേഴ്സ് എൻ്റർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മളൊരു സെൽ എൻട്രിക്ക് കയറുക. ഇതിന്റെ എസ് എൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ വിക്കിന്റെ മുകളിൽ നമുക്ക് എസ് എൽ വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബെയറിഷ് ഹറാമിയുടെ സ്ട്രക്ചർ. ഈ രണ്ടെണ്ണം ഓക്കെ അല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ രണ്ട് ബെയറിഷ് ആൻഡ് ബുള്ളിഷ് ഡബിൾ ക്യാൻഡിൽ പാറ്റേൺസ്. നിങ്ങളെല്ലാരും ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ഓക്കെ, എല്ലാരും തുടങ്ങി എന്നാണ് പറയുന്നത്. നമ്മള് സിംഗിൾ ക്യാൻഡിൽ പാറ്റേണും സിംഗിൾ ക്യാൻഡിൽ പാറ്റേണിന്റെ സ്ട്രക്ചറുകളൊക്കെ ഒന്ന് എല്ലാരോടും നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും അത് ചെയ്തു എന്ന് വിചാരിക്കുന്നു.
ഓക്കെ. ദെൻ നമ്മള് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാൻഡിൽ പാറ്റേൺസ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോ ഇതൊരു സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ എന്താണ്, എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും. ക്ലിയർ ആയിട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പഠിക്കും. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ട്രേഡിംഗ് വെക്കാം. അതിനുശേഷം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ക്ലാസ്സും കൂടിയും ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പോ ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ ഇത്. ഈ ഒരു ക്യാൻഡില് ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ആ ഒരു സപ്പോർട്ട് ലെവലിൽ പ്രീവിയസ് ആയിട്ട് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് സപ്പോർട്ട് ലെവലാണോ എന്ന് അറിയുള്ളൂ. അപ്പൊ ആ ഒരു ലെവലില് നമ്മൾക്ക് ഇത്തരത്തിലൊരു, ഇത് നമ്മുടെ ബുള്ളിഷ് ഹറാമിയാണ്. ആദ്യം ഒരു വലിയ ഗ്രീൻ ക്യാൻഡില്, സോറി റെഡ് ക്യാൻഡില്, പിന്നെ അതിന്റെ ബോഡിയുടെ അത്ര തന്നെ വലുപ്പമില്ലാത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവണം. അതിനുശേഷം ഇവിടെ നമ്മൾ ചാടി പിടിച്ചൊരു എൻട്രി എടുക്കരുത്. മാർക്കറ്റ് എങ്ങനെയാണ് പോണേ, കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. ഓ, ടൈം ഫ്രെയിം കുറച്ച് കൂടുതലായി പോയി. നമുക്കൊരു വേറെ എക്സാമ്പിൾ പോവാം. ഗോൾഡില് എങ്ങാനും ട്രേഡ് ചെയ്യുന്നവരുണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഇപ്പോ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലും? നിങ്ങൾ വോയിസ് ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞോ. വോയിസ് ഓപ്പൺ ആക്കിയിട്ട് റെസ്പോണ്ട് ചെയ്തോ. ഇല്ല ആരും ഇല്ല. ഇല്ല ഇല്ല ചെയ്യണില്ല. ഇല്ല അല്ലെ? എല്ലാവരും കറൻസി പെയറിൽ ചെയ്യണവരുണ്ടോ? ഗോൾഡിൽ ചെയ്യാതെ കറൻസി പെയറിൽ ട്രേഡ് ചെയ്യണവരുണ്ടോ? ഒന്നിലും ചെയ്യില്ല, പഠിച്ചിട്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാരും ബിഗിനേഴ്സ് ആണ്. അടിപൊളി. അപ്പോ നമുക്ക് ഇവിടൊക്കെ ഓരോ സ്ഥലത്തും നമുക്ക് നമ്മുടെ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു ബുള്ളിഷ് ഹറാമിയുടെ സ്ട്രക്ചർ ആണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഹറാമി കഴിഞ്ഞിട്ട് ഗ്രീൻ ക്യാൻഡിൽ ആണ് ഉണ്ടാവുന്നത്. ഇതിപ്പോ 5 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ്. ഇനി നമ്മൾ കുറച്ചിട്ട് വേണം നോക്കാനായിട്ട്. ഒരു കാൻഡിൽ സ്റ്റിക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡിലേക്ക് എൻ്റർ ആവേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇപ്പോ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ ട്രേഡിംഗ് മെത്തേഡ് പഠിച്ചതിന്റെ ശേഷമാണ് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കൂടി കഴിഞ്ഞതിന്റെ ശേഷം എങ്ങനെ മാർക്കറ്റിൽ ഒരു ട്രേഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യണം, അതേപോലെ എങ്ങനെ ആ ട്രേഡിലേക്ക് എൻ്റർ ആവണം. ട്രേഡിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ വന്നെടുക്കുന്നത് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഒന്ന് ഫൈൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇവിടെ നമ്മുടെ ബുള്ളിഷ് എൻഗൾഫിംഗ് ഉണ്ട്. ആദ്യൊരു റെഡ് ക്യാൻഡിൽ, പിന്നെ അതിന്റെ ബോഡിനെ മുഴുവനായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ. ആ ബുള്ളിഷ് എൻഗൾഫിംഗ് കഴിഞ്ഞിട്ട് എന്താ, മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി. ഇവിടെ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹറാമി ക്യാൻഡിൽ ഉണ്ട്, നമ്മുടെ ബുള്ളിഷ് ഹറാമി. ആദ്യം ഈ ഒരു റെഡ് ക്യാൻഡിൽ, പിന്നെ അതിന്റെ ബോഡിയുടെ അത്ര തന്നെ വലിപ്പമില്ലാത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ്. അടുത്തൊരു ക്യാൻഡിൽ ഒക്കെ ഉണ്ടാവണത് നോക്കിയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് ഉണ്ടാവണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രിയിലേക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ ട്രേഡ് എൻട്രീസിലേക്ക് പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. വലിയ എൻട്രീസ് ഒന്നും ഇത് വെച്ചിട്ട് കിട്ടില്ല. നമ്മളൊരു 10, 20, 30 വിപ്പൊക്കെ മാക്സിമം ക്യാച്ച് ചെയ്യാൻ പറ്റണം. സത്യത്തിൽ നമ്മൾ ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്യില്ല. നമ്മളൊരു അഡീഷണൽ കൺഫർമേഷന് വേണ്ടിയിട്ട്, ഇപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ട്രേഡ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ 2 ബുള്ളിഷ് ക്യാൻഡിലുകൾ പഠിച്ചു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ, 2 ബെയറിഷ് ക്യാൻഡിലുകൾ കാണാം. ഇത് ഒരു റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് തടയുന്ന ഒരു ഏരിയയാണ്. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ. അപ്പോ ഈ ഒരു റെസിസ്റ്റൻസിൽ നമ്മൾക്ക് ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കോമ്പിനേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നോക്കിയേ, അതൊരു വലിയ ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ അതിന്റെ ബോഡിയിൽ അത്ര തന്നെ വലിപ്പമില്ലാത്ത ഒരു റെഡ് ക്യാൻഡിൽ. അപ്പൊ ഇതേതാണ്, ബെയറിഷ് ഹറാമിയാണ് അല്ലെ. ബെയറിഷ് ഹറാമി ഫോം ചെയ്തു. അതിനുശേഷം എന്താ, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും റെഡ് ക്യാൻഡിൽ ആണ് ഉണ്ടാവണേ. ആ റെഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഏകദേശം ക്രോസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെൽ എൻട്രിയിലേക്ക് പോവാം. അപ്പോ നമുക്ക് എന്തായി, നല്ലൊരു സെൽ എൻട്രി കിട്ടി. പിന്നീട് അത് കയറി വന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഏകദേശം ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ 44 എൻട്രി എടുത്തിട്ട് നമുക്ക് 39 വരെ ഒരു 50 പിപ്സിന്റെ 50 പിപ്പോളം
ഉള്ള എൻട്രീസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ഇത്രയൊന്നും നമുക്ക് ശരിക്ക് നമ്മുടെ ക്യാൻഡിൽസ് വെച്ചിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്കാൽപ്പിംഗ് ക്യാൻഡിൽസ് ഒക്കെ പിടിക്കുകയാണെങ്കിൽ ആബ്സല്യൂട്ട് സ്കാൽപ്പിംഗ് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 15 to 20 പിപ്പ് ക്യാച്ച് ചെയ്യുക, നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുക. ഓക്കെ, ഇത്ര വലിയ മൂവ്മെന്റ് ഒന്നും 50 പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ഡീസന്റ് എമൗണ്ട് ആയി. അപ്പോ അത്രയും വലിയ മൂവ്മെന്റ് ഒന്നും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ പോലെ തന്നെ ട്രേഡ് ചെയ്യാതിരിക്കണ ഒരുവിധം എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. അപ്പോ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മളെ പോലെ ഇത് എല്ലാവർക്കും അറിയാച്ചെങ്കിൽ പിന്നെ ഇത് എങ്ങനെ വർക്ക് ആവണേ? അപ്പോ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് അഡ്വാൻസ് ലെവൽ വരെ പഠിക്കണം. മാക്സിമം ട്രേഡിങ്ങിന്റെ എല്ലാ ലെവലും പഠിച്ചതിന്റെ ശേഷം ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വേണം ട്രേഡ്സിലേക്ക് എൻ്റർ ആവാൻ എന്നുള്ളത് പറയണത്. ഓക്കെ, നമ്മൾ ആരും ഒരുവിധം എല്ലാവരും ചെയ്യണ ആ ഒരു കോമൺ വേ എന്ന് വിട്ടിട്ട് നമ്മള് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ട്രേഡിംഗ് സ്റ്റൈൽ വികസിപ്പിച്ചെടുക്കണം. അതാണ് നമുക്ക് ട്രേഡിങ്ങിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നമുക്ക് എവിടെ നോക്കിയാലും ഏകദേശം എല്ലാ റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും ഒക്കെ നമുക്ക് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടെ കണ്ടില്ലേ, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ്, ബുള്ളിഷ് എൻഗൾഫിങ്. അതുപോലെ തന്നെ നമുക്ക് എവിടെ നോക്കി ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡിൽ വേണമെങ്കിൽ ചെറിയ സ്കാൽപ്പിംഗ് എടുക്കാം. പക്ഷെ ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറൻസി പെയറിൽ എന്ന് കഴിഞ്ഞാൽ ഇത്ര തന്നെയും ഒരു കൺഫർമേഷൻ കിട്ടില്ല. നമുക്ക് ഡബിൾ ക്യാൻഡിൽ എൻഗൾഫിംഗ് അറാമിക് വെച്ചിട്ട് വേണമെങ്കിൽ ഗോൾഡില് സ്കാൽപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കറൻസി പെയറിൽ എന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സെൽ അടിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ ഗോൾഡിനെ ഞാൻ വാച്ച് ചെയ്തിടത്തോളം ഗോൾഡിലാണ് നമ്മുടെ ഒക്കെ കുറച്ചും കൂടി ഒക്കെ വർക്കിംഗ് ആയിട്ടുള്ളത്. ബാക്കി കറൻസി പെയറിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും വർക്ക് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ ഓരോരുത്തർക്കും അവരുടെ ഓരോ വിഷൻ ആണ് ഉണ്ടാവുക. അവർക്ക് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ നല്ല ട്രേഡ് കിട്ടുക, ചിലവർക്ക് വേറെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും, ചിലവർക്ക് SMC മാത്രമാവും കിട്ടുള്ളൂ, ചിലവർക്ക് ICT കോമ്പിനിലാവും കിട്ടുക. അപ്പൊ ഓരോരുത്തരും മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന രീതിയും അവരവരുടെ ട്രേഡിംഗ് സ്റ്റൈലുകളും വ്യത്യസ്തമാണ്. അപ്പൊ ഒരാൾക്ക് നല്ല ട്രേഡ് കിട്ടണ ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് അതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോ നമ്മളുടെ ഏതാണ് നമുക്ക് പറ്റിയ ട്രേഡിംഗ് സ്റ്റൈൽ എന്നുള്ളത് നമ്മളായിട്ട് തന്നെ മാർക്കറ്റിൽ ഇറങ്ങി കണ്ടുപിടിക്കാൻ വേണം. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിനുശേഷം ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കുറെ കാലം മാർക്കറ്റിൽ ഇതൊക്കെ വർക്ക് ചെയ്ത് നോക്കിയാലാണ് നമുക്കിതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ഒരു ടൈപ്പ് ക്യാൻഡിലും കൂടി പഠിക്കാനുണ്ട്. നമുക്ക് ടൈം ഉണ്ടോ? 9 മണി. നമുക്ക് ഈ ട്രിപ്പിൾ ക്യാൻഡിലും കൂടി വേഗം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് കുറച്ച് ലാഗായി. ജോയിൻ ചെയ്യാൻ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് 8 മണിക്ക് തുടങ്ങായിരുന്നു. പിന്നെ ഇന്നത്തെ അറ്റൻഡൻസും വളരെ മോശമാണല്ലോ. ഫ്രൈഡേ ഒക്കെ ആയതുകൊണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് എല്ലാവർക്കും വിസിബിൾ അല്ലേ ഇപ്പോ എന്റെ പ്രസന്റേഷൻ? ട്രിപ്പിൾ ക്യാൻഡിൽസ് ഓക്കെ ഫൈൻ. അപ്പൊ ട്രിപ്പിൾ ക്യാൻഡിലില് നമ്മൾ ഡബിൾ എന്ന് പറയുന്നത് എന്താ? 2 ക്യാൻഡിലിന്റെ കോമ്പിനേഷനിൽ നമ്മൾ ഒരു കൺഫർമേഷൻ എടുത്തതാണ്. അപ്പൊ ട്രിപ്പിൾ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താ? 3 ക്യാൻഡിലിന്റെ കോമ്പിനേഷനിൽ നമ്മളൊരു ട്രേഡ് കൺഫേം അതിലേക്ക് എൻ്റർ ആവുന്ന ട്രേഡിലേക്ക് എൻ്റർ ആവുന്ന ഒരു സംഭവത്തിനെയാണ് അല്ലെങ്കിൽ ഒരു പാറ്റേണിനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ 3 ക്യാൻഡിലാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ഒരുമിച്ച് 3 ക്യാൻഡിൽ ഒരേപോലെ ഇപ്പൊ നമ്മൾ പഠിക്കണ പോലെ ഉണ്ടായാലാണ് ഇതിനെ പ്രോപ്പർ ആയിട്ടൊരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ആദ്യത്തെ നമ്മൾ രണ്ടിലും ഓരോന്ന് വെച്ചിട്ടാണ് പഠിക്കുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ചവർ കുറെ സാധനങ്ങളുണ്ട്, അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. മെയിൻ ആയിട്ടുള്ള ഈ ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ബുള്ളിഷിലെ മോർണിംഗ് സ്റ്റാർ ഡോജി, ബെയറിഷിലാണെങ്കിൽ ഈവനിങ് സ്റ്റാർ ഡോജി, മോർണിംഗും ഈവനിങ്ങും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഡോജിയുടെ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം ഒരു വലിയ റെഡ് ക്യാൻഡിൽ, ദെൻ ഒരു ഡോജി ക്യാൻഡിൽ, ദെൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇതാണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഡോജിയുടെ ഒരു സ്ട്രക്ചർ. അപ്പോ ഇതെങ്ങനെയാണ് മാർക്കറ്റിന്റെ സൈക്കോളജിനെ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് പ്രോപ്പർ ആയിട്ട്?
നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് താഴത്തേക്ക് വരണു. അവിടെ ഒരു സപ്പോർട്ട് ലെവലിൽ നമ്മൾ ഇത്തരത്തിലൊരു ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺ മോർണിംഗ് സ്റ്റാർ ഡോജി ഫൈൻഡ് ചെയ്യുന്നു. ഈ മോർണിംഗ് സ്റ്റാർ ഡോജി ഇനി എന്താണ് പറയണത്? ഈ ക്യാൻഡിലിന്റെ ഓരോ ഫോർമേഷൻ നോക്കിയേ. ഇപ്പൊ എന്താ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെല്ലേഴ്സ് ക്യാൻഡിൽ തന്നെയായിരുന്നു ഇത്. അവിടെ സപ്പോർട്ടിൽ എത്തിയപ്പോ എന്തായി? സെല്ലേഴ്സ് വീക്കായി, ഭയങ്കരമായിട്ട് വീക്കായി. പിന്നെ ഉണ്ടായത് എന്താ? ഒരു ഡോജി ക്യാൻഡിൽ ആണ്. ഡോജി എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഡോജി ഒരു എക്സ്ട്രീം ഇൻഡിസിഷൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ, ക്യാൻഡിൽസിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോജി കാണിച്ചു തരുന്നത് നമുക്കൊരു എക്സ്ട്രീം ഇൻഡിസിഷൻ ആണ്. അതായത് മാർക്കറ്റിൽ ഇനി ബയ്യേഴ്സ് ആണോ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്, സെല്ലേഴ്സ് ആണോ, ആർക്കും അറിയില്ല. അവര് ഒരു വടംവലിയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിക്കണ ഒരു കാര്യം, അതേപോലത്തെ ഒരു സിനേറിയോ ആണ് നമുക്ക് നമ്മുടെ ഡോജി കാണിച്ചു തരുന്നത്. അപ്പൊ എന്താ, ഡോജി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഉണ്ടാവുന്ന ഒരു ക്യാൻഡില് അവിടെ നിന്ന് ഈ ഒരു ഇൻഡിസിഷൻ കഴിഞ്ഞതിന്റെ ശേഷം ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് ഒരുപാട് ബയ്യേഴ്സ്, ഭയങ്കര വോളിയത്തിൽ ബയ്യേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ആവുകയാണ്. ഓക്കെ, അപ്പൊ എന്തായി? നമ്മുടെ ആ ഒരു ട്രിപ്പിൾ ക്യാൻഡിലിന്റെ ഫോർമേഷനും കിട്ടി നമുക്ക്. അങ്ങനെ ട്രിപ്പിൾ ക്യാൻഡിൽ ഫോർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രിയിലേക്ക് എൻ്റർ ആവാം. ഓക്കെ, ഈ ഒരു സാധനം നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഡോജി, ഈവനിങ് സ്റ്റാർ ഡോജി, ഈ ഒരു ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺസ് നമ്മളിപ്പോ പഠിച്ച രണ്ടെണ്ണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവണത് വളരെ കുറവായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻട്രീസിലേക്ക് ഒരു 70% ഒക്കെ വിന്നിംഗ് റേറ്റ് ഉള്ള ട്രേഡ്സ് തരാൻ നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഡോജി ഈ ഒരു പാറ്റേണിന് സാധിക്കും. ഓക്കെ, ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേണിന്. അപ്പോ എപ്പോഴും നമ്മളൊരു എൻട്രി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു ക്യാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പിൾ ക്യാൻഡിലിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കേണ്ട കാര്യമുള്ളൂ. സിംഗിളും ഡബിളും വന്നു കഴിഞ്ഞാൽ വേണ്ട, അത് പോട്ടെ വെക്കുക, അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കറക്റ്റ് മാർക്കറ്റ് വിഷൻ നമുക്ക് തരും. ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഡോജിയുടെ സ്ട്രക്ചർ. അതൊരു വലിയ റെഡ് ക്യാൻഡില്, പിന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡില്, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡില്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്യാൻഡിലാണ് ഈവനിങ് സ്റ്റാർ ഡോജി. മോർണിംഗ് സ്റ്റാർ ഡോജി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ക്യാൻഡിലാണ് ഈവനിങ് സ്റ്റാർ ഡോജി. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഈ ഈവനിങ് സ്റ്റാർ ഡോജി എന്താ? ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. ബെയറിഷ് ട്രിപ്പിൾ ക്യാൻഡിൽ പാറ്റേൺ ആണ് നമ്മുടെ ഈവനിങ് സ്റ്റാർ ഡോജി എന്ന് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള സാധനത്തിന്റെ നേരെ ഓപ്പോസിറ്റ്, മോർണിംഗ് സ്റ്റാറിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താ, ആദ്യൊരു ഗ്രീൻ ക്യാൻഡില്, പിന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡില്, ദെൻ എന്തുണ്ടാവണേ, വീണ്ടും ഒരു വലിയ റെഡ് ക്യാൻഡില്. നമ്മളിപ്പോ പറഞ്ഞ മാർക്കറ്റ് സിനേറിയോന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ എന്താ, റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ നമ്മൾ ഫൈൻഡ് ചെയ്യണത് റെസിസ്റ്റൻസിലാണ്. അപ്പോ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇത്തരത്തിലൊരു ഈവനിങ് സ്റ്റാർ ഡോജി ഫൈൻഡ് ചെയ്യണു. ആ ഈവനിങ് സ്റ്റാർ ഡോജി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ റിവേഴ്സ് ആവാനാണ് ചാൻസ്. അതിന്റെ ആ ഒരു അപ് ട്രെൻഡ് ഏകദേശം തീർന്നു. ഇനി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകാനാണ് ചാൻസ് എന്നുള്ളത് കാണുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കുന്നു. ഈ ഡോജിയുടെ ഈവനിങ് സ്റ്റാറിന്റെ സ്ട്രക്ചർ മോർണിംഗ് സ്റ്റാറിന്റെ സ്ട്രക്ചറും ഒന്ന് മനസ്സിൽ വെക്കാം. നിങ്ങൾ ജസ്റ്റ് ഓക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്യാൻസർ ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ഇനി റിയൽ ഒരു ഓക്കെ. സൗണ്ടിൽ എന്തോ ബ്രേക്കിംഗ് ഇഷ്യൂ ഉണ്ട് നെറ്റിന്റെ. അതെ. ഓക്കെ.
ഹലോ. ഇപ്പോ വോയിസ് ഓക്കെ ആണോ? ക്ലിയർ ഓക്കെ ആവുന്നുണ്ട്? ഓക്കെ. ഓക്കെ ഓക്കെ. ഞാൻ അറിയാതെ ആ മീറ്റ് മൊത്തമായിട്ട് ക്ലോസ് ചെയ്തു, അതാണ് വിളിക്കേണ്ടായി. ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ ഈവനിങ് സ്റ്റാറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഇൻഡിസിഷൻ ക്യാൻഡിൽ, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ. അപ്പോ നമ്മൾ ആകെ നോക്കേണ്ട ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്ട്രക്ചർ, ഇതിന്റെ സ്ട്രക്ചർ പ്രോപ്പർ ആയിരിക്കണം, നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ടാവണം. ദെൻ എന്താ, ബുള്ളിഷ് ക്യാൻഡിലുകൾ എപ്പോഴും ഫൈൻഡ് ചെയ്യേണ്ടത് സപ്പോർട്ടിലാണ്, ബെയറിഷ് ക്യാൻഡിലുകൾ എപ്പോഴും ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്കിപ്പോ സിംഗിളും ഡബിളും ഒഴിവാക്കാം. അത് ഏകദേശം ഇപ്പൊ ഗോൾഡിലൊക്കെ നിങ്ങളൊന്ന് ഡബിൾ ട്രൈ ചെയ്ത് നോക്കുക, സിംഗിൾ നോക്കുക വേണ്ട. ഓക്കെ, ഗോൾഡ് ചെന്നിട്ട് എല്ലാവരും ഒരു 5 മിനിറ്റിലും 1 മിനിറ്റിലും ഒന്ന് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺസ് മാത്രം ഫൈൻഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം വിടുക, ജസ്റ്റ് നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ ഓക്കെ ആക്കാം. അതിനുശേഷം എല്ലാവരും ഇതൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ജസ്റ്റ് ഗോൾഡിൽ ചെന്നിട്ട് ഈ ഒരു സിംഗിൾ ക്യാൻഡിലും ഡബിൾ ക്യാൻഡിലും ട്രിപ്പിൾ ക്യാൻഡിലും ഫോം ആവുന്നുണ്ടോ, അത് ഫോം ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ പഠിച്ച പോലെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അതിന് ആ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ്, ചെറിയൊരു സെഷൻ ആയിരുന്നു. ആർക്കെങ്കിലും ഈ പറഞ്ഞ ഡൗട്ട് ഇപ്പൊ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. ബാക്കിയുള്ളവർക്ക് ഓക്കെ. 2 പേര് 3 പേര് മൊത്തം റെസ്പോണ്ട്, 4, ഓക്കെ, 5. ഓക്കെ ഫൈൻ. അപ്പോ ആർക്കും വേറെ ഡൗട്ടുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് വ്യൂ ഒന്ന് ഡീപ്പായിട്ട്, ട്രേഡിംഗ് വ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യണതും, അതേപോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ സെറ്റപ്സ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ട്രേഡിംഗ് വ്യൂവിലാണ് നമ്മൾ നമ്മുടെ ട്രേഡ്സ് ഫൈൻഡ് ചെയ്യണതും അനാലിസിസ് നടത്തുന്നതും എല്ലാ കാര്യങ്ങളും. നമ്മൾ നമ്മുടെ ബ്രോക്കർ യൂസ് ചെയ്യണത് ജസ്റ്റ് ട്രേഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോ ട്രേഡിംഗ് വ്യൂ എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അതാക്കാം. അതിനുശേഷം നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു ജോയിൻ ആയവർക്ക്. ഇനി റെക്കോർഡിംഗ് സെഷൻ കാണുന്നവരോടാണ് മാക്സിമം ലൈവ് സെഷൻസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, റെക്കോർഡിംഗ് നമുക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും ലൈവ് സെഷനുകളിൽ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. മാക്സിമം നോക്കുക. നമുക്ക് ഇനി ഒരു വീക്കെൻഡിൽ നെക്സ്റ്റ് ക്ലാസ് വെക്കാം. ഓക്കെ, അപ്പോ സൺഡേയോ സാറ്റർഡേ ആയിട്ട്, സാറ്റർഡേ ഇപ്പൊ നാളെ ആയില്ലേ, സൺഡേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് എന്തായാലും വേഗം തന്നെ അപ്ഡേറ്റ് ചെയ്യാം, ഇത്രയൊരു ഡിലേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അത്രയാണുള്ളൂ. എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ. കയറാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ബ്രോ. ഈ റെക്കോർഡിംഗ് വേഗം അപ്ലോഡ് ചെയ്യില്ലേ, കാരണം എന്റെ ഫ്രണ്ടിന് കയറാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ ബ്രോ, ഇത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവര് ജസ്റ്റ് DM ചെയ്താൽ മതി. അപ്പോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്. എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ ബ്രോ, താങ്ക് യു ശരി. ഓക്കെ. ഹലോ ആ, ബ്രോ, പിന്നെ നമ്മള് എക്സ്നസിലല്ലേ ട്രേഡ് എടുക്കണേ? എക്സ്നസിൽ ട്രേഡ് എടുക്കും. നമ്മള്
ട്രേഡിംഗ് വ്യൂവില് ട്രേഡ് ഫൈൻഡ് ചെയ്യും. ഇത് ഏതോ ഡെമോ അക്കൗണ്ട് ഏത് ആപ്പ് എന്തോ ഉണ്ടോ ഇത് ചെയ്ത് നോക്കാൻ ഡെമോ അക്കൗണ്ട് വെറുതെ നമുക്ക് ചെയ്ത് ഡെമോ നോക്കാലോ. ചെയ്യാൻ എക്സ്നെസ്സിൽ ചെയ്യാം. ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്ചേഞ്ചിൽ തന്നെ ഡെമോ ഉണ്ടോ? എക്സ്നെസ്സിൽ തന്നെ ഡെമോ ഉണ്ട്. ഓക്കെ, നമ്മള് കറൻസി ചെയ്യില്ലല്ലോ, ഇത് ഗോൾഡ് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് കറൻസിയും പഠിക്കുന്നുണ്ട്. ഗോൾഡിലാണ് നമ്മള് ലൈവ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എടുക്കണമെങ്കിൽ നമ്മളിപ്പോ ഗോൾഡിലാണ് അതിൽ കൂടുതലും ട്രേഡ്സ് വരിക. ഓക്കെ ഓക്കെ. ഓക്കെ, കറൻസി ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.